ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ജേണിയെ കുറിച്ച് സംസാരിക്കാനും അത് തുടങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുമാണ്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒക്ടോബർ എൻഡോടുകൂടിയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിനു മുമ്പ് കുറച്ച് ഷോർട്സൊക്കെ ഇങ്ങനെ ചെയ്ത് ഇട്ടിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് അത്യാവശ്യം ഒരു 500-600 റീച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ ഒരു ചാനലായിട്ട് തുടങ്ങിയാൽ അത് ചിലപ്പം സക്സസ് ആകുമോ എന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനലായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരെയും പോലെ എൻ്റെയും വിചാരം പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകുമായിരിക്കും, എന്നിട്ട് കുറേ ക്യാഷ് കിട്ടുമായിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷെ അത് തുടങ്ങുന്ന സമയത്താണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തത്. ഈ മോണിറ്റൈസേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കറക്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാച്ച് ചെയ്ത സമയത്താണ് മനസ്സിലായത് ഇത് വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് അല്ല അതെന്ന് മനസ്സിലായത്. പിന്നെ ഏതായാലും തുടങ്ങിയല്ലോ, അപ്പോൾ പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ ലോങ് വീഡിയോസ് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടൈം എടുക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളെപ്പോലെ ഇപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും പറ്റില്ല. കാരണം എനിക്ക് 12.5 hours ഡ്യൂട്ടി വരുന്നത് ഒരു ദിവസം. അപ്പം ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഇനി ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഈ വീഡിയോസൊക്കെ എടുത്ത് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒക്കെ ചിലപ്പം അത് നമ്മൾ ആഗ്രഹിച്ചാലും നടക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളോളം താമസിക്കും. ഈവൻ വീഡിയോ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നിടത്തെങ്ങും നിൽക്കത്തില്ല ഇതെന്ന്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഷോർട്സ് നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ആദ്യം ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചത് മോളുടെ ഡാൻസ് അപ്ലോഡ് ചെയ്യാം എന്നൊരു ചിന്തയിലാണ് ഞാനത് തുടങ്ങിയത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മോളിപ്പം ഇയർ 11 GCC ആണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 10ാം ക്ലാസ്സിന് പകരം, അതായത് 10ാം ക്ലാസ്സിന് നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്, ഇവിടെ അത് GCSE ആണ്, ഇയർ 11 ആണ്. അപ്പം അവൾക്ക് എക്സാമാണ്, അവൾക്ക് മോക്ക് എക്സാം ഉണ്ട്, മെയിൻ എക്സാം വരുന്നു. അതുപോലെ ചിലപ്പോൾ ആഫ്റ്റർ സ്കൂൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവളോട് നീ വന്നൊരു വീഡിയോ ചെയ്യുക, ഒരു ഡാൻസ് കളിക്കുക, എനിക്ക് യൂട്യൂബിൽ ഇടാനാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അത് കൂടെ വന്നപ്പോഴത്തേക്കും ആ ഒരു ആഗ്രഹവും അങ്ങ് നിന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ഒക്ടോബർ മുതലാണ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഒക്ടോബർ മുതൽ ഇപ്പോൾ വീഡിയോ ഇടുന്ന സമയം മാർച്ച് വരെ ഇവിടെ തണുപ്പ് തന്നെയാണ്. അപ്പോൾ പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത നമുക്ക് ഈ പുറത്ത് പോയി നിന്ന് ഡാൻസ് കളിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു. അപ്പോൾ അത് നടക്കില്ല എന്ന് പിന്നെ മനസ്സിലായി. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ മോളുടെ ഡാൻസ് അത് ഇട്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് റീച്ച് ആകാമെന്ന് ശ്രമിച്ചപ്പോൾ അത് നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഞാനത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം കുറച്ചൊക്കെ അതൊന്ന് വർക്കായ പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസിനെല്ലാം അത്യാവശ്യം മിക്ക വീഡിയോസും എല്ലാം ഒരു 1K കൂടുതൽ വരുന്നുണ്ട്. ചിലത് മാത്രമേ അങ്ങനെ വരാത്തുള്ളൂ. ചിലപ്പോൾ ഇപ്പം 15K പിന്നെ 10K അങ്ങനെ എല്ലാം വ്യൂസ് വരുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴും എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് നേരത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഷോർട്സ് വീഡിയോസ് എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോസിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷേ നമ്മൾ രണ്ടും ചെയ്യണം. കാരണം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലോങ് വീഡിയോ ഇട്ടേ തീരുള്ളൂ. അല്ലാതെ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ട് നമ്മളിപ്പം 10 million ഒക്കെ അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് ഇച്ചിരി പാടാണ്. 10 million ഒക്കെ അടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ രണ്ടും ചെയ്യണം. ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഷോർട്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം ലോങ് വീഡിയോ ആവശ്യമാണ്, ഷോർട്ട് വീഡിയോ ആവശ്യമാണ്. പക്ഷേ ഇപ്പം എന്നെപ്പോലുള്ളവർക്കൊക്കെ ലോങ് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു നമ്മളൊരു ചാനൽ തുടങ്ങിയെന്ന് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയായി നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ പോലും എനിക്കറിയത്തില്ലായിരുന്നു ഈ പൈസ കിട്ടുന്ന ഇത്രയും വലിയ ടാസ്ക്കാന്നുള്ള കാര്യം.
അപ്പം ഈ കാണുന്നവരോടും അല്ല എന്നോട് ചോദിച്ചവരോടും പറയുക, പൈസ കിട്ടാൻ പോയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കായിട്ടില്ല. നല്ല പാടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും രണ്ടും ടാസ്ക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ പോലും ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. കാരണം മിക്കവർക്കും ഈ 10ഉം ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ ഇപ്പോഴാണ് മോണിറ്റൈസ്ഡ് ആയത്. കാരണം വാച്ച് അവർ കംപ്ലീറ്റ് ആകാതെ അവർക്ക് മോണിറ്റൈസേഷൻ നടക്കില്ലല്ലോ. അപ്പം പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾ ഷോർട്സും ലോങ് വീഡിയോസും രണ്ടും കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് വീഡിയോ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി സമയം നമ്മൾ എടുക്കുന്നില്ലല്ലോ വീഡിയോസ് എടുക്കാനാണെങ്കിലും. അത് ഡെയിലി ഓരോന്നെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് വീക്കിലി വൺസ് എങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാസ്ക്, അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ആക്കി കിട്ടും. പക്ഷേ വാച്ച് അവർ 4000 എത്തുക എന്ന് പറഞ്ഞത് അത് വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം വീഡിയോസ് കണ്ടിന്യൂസ് എടുക്കുക, ഇടുക, ഇത് മാത്രമേ ഇതിനുള്ള സൊല്യൂഷനുള്ളൂ. അതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, നമ്മൾ ഈ വീഡിയോസൊക്കെ ചാനൽ തുടങ്ങിയ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കുറച്ച് അത്യാവശ്യം എന്താ പറയുക റീച്ചുള്ള ചാനലുകളുടെ ഒക്കെ അടിയിൽ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തിരിച്ചും സബ്സ്ക്രിപ്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ കമൻ്റ് ഇടും. ഈ തുടങ്ങിയ സമയത്ത് എൻ്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. ഞാനും ഇങ്ങനെ പോയി ചോദിക്കുമായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പേര് അങ്ങനെ ചെയ്യണുണ്ട്. അപ്പം ഞാനും ചോദിച്ചാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ഞാനും ഇങ്ങനെ പോയി ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. നമ്മൾ അങ്ങനെ ഓർഗാനിക് അല്ലാതെ സബ്സ്ക്രിപ്ഷൻസ് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പിന്നെ അതായത് ഇങ്ങനെ ഫേക്കായിട്ട്, കാരണം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കയറുകയോ ചെയ്യാത്ത ഒരാൾ വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കത് സത്യസന്ധമായിട്ട് കിട്ടാത്തതായതുകൊണ്ട് തന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ചെയ്ത് കളയും. ഞാനങ്ങനെ ഒത്തിരി പേരെയല്ല, കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്തു. അവരെന്നെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷേ അത് കുറച്ച് 1-2 ദിവസത്തിനുള്ളിൽ അതെല്ലാം തിരിച്ചു പോകുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 24 hours കഴിഞ്ഞ് നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ പോകത്തില്ല എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതും പോകുന്നതാണ്. എനിക്കങ്ങനെ 1-2 പേരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സബ്സ്ക്രിപ്ഷനൊന്നും പിന്നെ അത് നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഓർഗാനിക് അല്ലാതെ വരുന്ന സബ്സ്ക്രിപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്തേക്ക് നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ടോ വാച്ച് ചെയ്യും. പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നേ ഇല്ല. അവർ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നേ ഇല്ല. നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയും നമ്മുടെ വീഡിയോസിന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ആ ഒരു വീഡിയോ വാച്ച് ചെയ്തത് കൊണ്ട്, അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക്കായിട്ട് നല്ല രീതിയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന വീഡിയോസ് അവർ വാച്ച് ചെയ്യും, അത് പ്രൊമോട്ട് ചെയ്യും, അങ്ങനെ അവരത് ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതല്ലാതെ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു സബ്സ്ക്രൈബർ കൂടി എന്നുള്ളത് മാത്രമേ ഗുണമുള്ളൂ. അതല്ലാതെ വാച്ച് അവർ കൂടാനോ അവർ നമ്മൾ കമ്മിങ് വീഡിയോസൊന്നും അവർ വാച്ച് ചെയ്യാനൊന്നും പോണില്ല. കാരണം എനിക്ക് മുമ്പ് അനുഭവം ഉണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഇടയിൽ പോയി കമൻറ്റ് ഇടും. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് ഇട്ടാൽ കുഴപ്പം എന്താ എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചെയ്യും. എനിക്കും 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വരും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് അതൊന്നും കാണത്തില്ല. കാരണം ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് കയറുന്നതും ഇറങ്ങുന്നതും കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ എല്ലാ തവണയും എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഞാനാണ്. എനിക്ക് കാരണം കുറച്ചല്ലേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതെല്ലാം പോകുന്ന കാണാം. അതുകൊണ്ട് ദയവ് ചെയ്ത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ ഓർഗാനിക് അല്ലാത്ത സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലൊരു ഗ്രോത്തും ഇല്ല, അവർക്കും ഗുണമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാ അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല കണ്ടൻസ് ഇടുക. ഇപ്പോൾ കണ്ടൻസ് ഇടാൻ ഞാനും പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പോലും കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. കാരണം ജോലിയും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നല്ല കണ്ടൻറ്റ് നോക്കിയിടാനൊന്നും പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം എനിക്കില്ല. അതുപോലെ സാഹചര്യം ഇല്ലാത്ത ഒത്തിരി പേര് കാണും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യുക. എന്നിട്ട് നമുക്ക് പരമാവധി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി
നമ്മുടെ വീഡിയോസ് എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ യൂട്യൂബ് ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു വ്യൂസ് കൂടുതൽ കിട്ടുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അവർ വാച്ച് ചെയ്യും. അങ്ങനെ തന്നെ വാച്ച് അവർ കൂടും. അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും നമ്മൾ ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ലൈവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടും. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കും കൂടുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷം മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് എന്നെപ്പോലുള്ള പുതിയ ആൾക്കാർക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറൊക്കെ ആയിട്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.